ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം രാവിലത്തെ പോലെ തന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം വെക്കട്ടെ. രാവിലെ ഈ കട്ടൻ കൂടി എനിക്ക് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. കട്ടൻ അയക്കണേ. എന്നും രാവിലെ കട്ടൻ കുടിക്കുമ്പോൾ നാളെ ഞാൻ കുടിക്കൂല, ഇനി വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കും. പക്ഷേ എനിക്കത് എന്നെപ്പോലെ ഇങ്ങനെ ഒരു ശീലമുള്ളവരുണ്ടോ പക്ഷെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കട്ടൻ കുടിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യൽ. ഇന്നത്തെ ജോലി എന്താണ്, ഇന്ന് ഫസ്റ്റ് എന്താണ് എടുത്ത് തീർക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പുറം പണിയാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്പോൾ ഇതാ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റിലാക്സ് ആയിരുന്നൊന്ന് കുടിക്കട്ടെ. ഇതിന് കടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്നാലും ചായ എനിക്ക് നിർബന്ധമാണ്. മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകും ചില ദിവസങ്ങളിൽ. ചില ദിവസം നേരെ കട്ടൻ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. രാവിലത്തെ കാഴ്ചകളാണിത്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നേരം ഇതൊക്കെ ആസ്വദിച്ച് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇന്ന് പുട്ടും കടലക്കറിയാണ്. ആദ്യം തന്നെ പുട്ടുപൊടി ഒന്ന് നനച്ച് വെക്കട്ടെ. ഞാൻ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. സോഫ്റ്റിൻ്റെ കാര്യമൊന്നും ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കാറ്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ കടല കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ കളർ കണ്ടിട്ട് അതിലും വിചാരിക്കേണ്ട, അത് ഞാൻ വിറകടുപ്പിലും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കരി പിടിച്ച്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കടലക്കറി വെക്കുന്നത്. അതേമാതിരി തന്നെയാണ്. കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് കറുപ്പ കറാമ്പിൻ്റെ കഷ്ണങ്ങളും കുറച്ച് മസാലയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. പച്ചക്കറികളെല്ലാം ഞാൻ ചിലപ്പോൾ രാത്രി തന്നെ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാത്ത. തേങ്ങയാണെങ്കിൽ അത് ചിരവി ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കുക. അതൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയി തന്നെ. ഇനിയിപ്പോൾ ഇതാ കടല വെന്തിട്ടുണ്ട്. മോളിപ്പം മദ്രസ വിട്ട് വരുവോക്ക്. ഇപ്പോൾ എക്സാം ആയതിനെ കൊണ്ട് നേരത്തെ തന്നെ പോകണം. ഇനിയിപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കടല കറി വറവിടട്ടെ. ചെറിയുള്ളി മൂപ്പിച്ചെടുത്ത കറികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ കടലക്കറിയും കൂടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ പുട്ടിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കട്ടെ. പുട്ടും കൂടെ ചുട്ടെടുത്തിട്ട് ഒന്ന് അവിടെയൊക്കെ ക്ലീനാക്കി പിന്നെ വേഗം ചായ കുടിക്കാനിരുന്നാൽ പിന്നെ കുറച്ച് പാത്രങ്ങളല്ലേ കഴുകാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വേഗം തന്നെ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങാൻ. ഇവിടെ വീഡിയോക്ക് മുന്നിൽ ആർക്കും വരാൻ താല്പര്യമില്ല. ചെറിയ മക്കളെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത്. ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പോൾ ആ പാത്രങ്ങളോടെ കഴുകി കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി വേഗം മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാമല്ലോ. നമ്മൾ വീട്ടമ്മമാർ ദിവസം എത്ര തവണ പാത്രം കഴുകുന്നെന്ന് ഒരു പിടുത്തമില്ലല്ലേ. ഞാനിങ്ങനെ അപ്പപ്പാകുന്ന പാത്രങ്ങൾ ആ സമയത്ത് തന്നെ കഴുകുട്ട. ഇല്ലെങ്കിൽ ഒന്നായിട്ട് കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ ഒരു മടിയായിരിക്കും. പിന്നെ എത്ര മടി പിടിച്ചിരുന്നാലും നമ്മൾ തന്നെ കഴുകണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. ഇപ്പം മുറ്റടിക്കാനൊക്കെ നല്ലൊരു സന്തോഷാട്ടാ. പുല്ലൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. മഴ കാരണം ദിവസം അടിക്കാത്തതുകൊണ്ട് പുല്ലും കാടും നിറഞ്ഞ് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ദിവസങ്ങളിൽ മക്കളും സമ്മതിക്കില്ല. ഇപ്പം പിന്നെ അടിക്കാനും ഒരു മൂടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ കാണാനും മനസ്സിനൊരു സമാധാനം അല്ലേ. ഇവിടെ മുന്നിലത്തെ ഭാഗം മാത്രം കേട്ടോ ചില്ലിയിട്ടുകളും ബേക്കിലൊന്നും ഇട്ടിട്ടില്ല. ചില്ലി ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതിലും നല്ല പുല്ല് ഓടിക്കുന്നുണ്ട്. മഴക്കാലമായാൽ പിന്നെ നമ്മളെ ചെടികളൊക്കെ പാട് പോയിപ്പോലെ.
ഇവിടെ പല വെറൈറ്റി ഐറ്റംസ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് ചീഞ്ഞ് കുറേയൊക്കെ പോയി. ഇനിയിപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നതിന് ശേഷം ആദ്യം തുടങ്ങണം. ഇതൊന്നും എൻ്റെ അല്ല കേട്ടാ, ഹസ്ബൻഡിൻ്റെതാ. ഞാനിപ്പോൾ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല. എന്നാലും എന്നെക്കൊണ്ട് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലക്കാനുണ്ടെന്ന് മെഷീൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അത് അലക്കി കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒന്ന് ഇതൊക്കെ വിരിച്ചിട്ടെ. നല്ല വെയിലുണ്ട്. ലഞ്ചിൻ്റെ കാര്യം ഇനി കുളിയും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം സമയം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.